പാലക്കാട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് തിരുവേഗപ്പുറ പാലം. ദൈനംദിനമായി നിരവധിയായ ആളുകൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പണി നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തിരുവേഗപ്പുറ പഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ വളരെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ ചില വാർത്താ ബൈറ്റുകൾ കൊടുക്കുകയുണ്ടായി. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില ആരോപണങ്ങൾ പട്ടാമ്പി MLAക്ക് നേരെ ഇന്നലെ ഇവർ ഉയർത്തുകയുണ്ടായി. അപ്പോൾ അത്തരം ആരോപണങ്ങൾ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു വിരൽ പട്ടാമ്പി MLAക്ക് നേരെ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള ലീഗിൻ്റെ MLA ആയിട്ടുള്ള കോട്ടക്കൽ MLA ആയ ആബിർ ഹുസൈൻ തങ്ങൾക്ക് നേരെയാണ് പോകുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. ഈ പാലം പൂർണ്ണമായും നിലനിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ PWDയുടെ അണ്ടറിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും മലപ്പുറം ജില്ലയിലെ PWD ഉദ്യോഗസ്ഥരാണ്. ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പ്രയാസങ്ങൾ ജനങ്ങൾ നേരിടുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനോ അല്ലെങ്കിൽ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാനോ ആവശ്യമാണെങ്കിൽ കൃത്യമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ഒന്നും തന്നെ നിങ്ങളുടെ MLA ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടെ പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ജനങ്ങളുടെ പ്രയാസമാണ്, അതിന് പരിഹാരമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പറയാനുള്ള ബാധ്യത കൂടെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ MLA ജനങ്ങൾ നേരിടുന്ന ഈ പ്രയാസം കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ ഓരോ ഘട്ടത്തിലും കൃത്യമായി ഇടപെടുകയും ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള MLA ആണെന്ന് തിരുവേഗപ്പുറയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം എന്നതുകൂടെ നിങ്ങൾ ഓർക്കണം. യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് ആ വീഡിയോ ബൈറ്റിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്, എവിടെയെങ്കിലുമൊക്കെ ഒരു ചട്ടി സിമെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്ന ആളാണ് പട്ടാമ്പി MLA മുഹമ്മദ് മുസ്ലിം എന്നാണ്. അങ്ങനെയുള്ള നേതാക്കളെ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാവാം. അത് വെച്ച് പട്ടാമ്പി MLA ദയവ് ചെയ്ത് നിങ്ങൾ അളക്കാൻ വരരുത്. തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ഒരു ചട്ടി സിമെൻറ്റ് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് തല ഉയർത്തിക്കൊണ്ട് കെട്ടിടങ്ങളായും റോഡുകളായും തിരുവേഗപ്പുറ പഞ്ചായത്തിനെ അടയാളപ്പെടുത്തുന്ന വികസന പദ്ധതികളായി മാറിയ ചരിത്രമാണ് നമ്മുടെ പഞ്ചായത്തിനുള്ളത്. ഈ പഞ്ചായത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട PWD റോഡുകൾ മുഴുവൻ തന്നെ നവീകരിച്ചത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിലുള്ളായിരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാലയങ്ങൾ നറുവട്ടം ഗവൺമെൻറ് ജനതാ സ്കൂൾ, നരിപ്പറമ്പ് സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി കൊടുത്തത് പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മുഹസിനായിരുന്നു. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധിയായ ആളുകൾ എപ്പോഴും സമീപിക്കുന്ന തിരുവേഗപ്പുറയിലെ വില്ലേജ് ഓഫീസ് ഏറ്റവും മെച്ചപ്പെട്ട വില്ലേജ് ഓഫീസായി മാറിയത്, ഏറ്റവും മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിലുണ്ടായത്, നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെയുള്ള നിരവധിയായ പ്രാദേശിക റോഡുകൾ കൃത്യമായി നവീകരിക്കപ്പെട്ടതെല്ലാം തന്നെ ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലങ്ങളിലാണെന്നുള്ളത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അത്തരത്തിലുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഏതെല്ലാം നിലയ്ക്ക് ഈ MLAയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം വിളയൂർ കൈപ്പുറം റോഡിൻ്റെ നവീകരണമാണ്. ആ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കാളഞ്ചിറപ്പാടത്തൊരു കൾവേർട്ടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഇത്ര തിരക്ക് പിടിച്ച് ഈ പണി നടത്തേണ്ട ആവശ്യം എന്താ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നടത്തിയാൽ പോരെ തുടങ്ങിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വള്ളുവനാടിനെ സംബന്ധിച്ചിടത്തോളം ഉത്സവ സീസണുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ പറയുന്ന കൾവേർട്ടിൻ്റെ പണി നടക്കുന്ന പ്രദേശം എല്ലാം തന്നെ വരാൻ പോകുന്ന 1-2 മാസത്തിനുള്ളിൽ വലിയ പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ നടക്കാൻ പോകുന്ന പ്രദേശമാണ്. അതുമാത്രമല്ല, ജനുവരി മാസം പകുതി കഴിയുന്നതോട് കൂടിയിട്ട് 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഒക്കെ തന്നെ മോഡൽ പരീക്ഷകളും എല്ലാം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ പ്രവർത്തനം പൂർത്തീകരിച്ച് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കേണ്ടത് അനിവാര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി ചടുലമായിട്ട് ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ PWDയും MLAയും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിട്ടുള്ള ആ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും. എത്രയും പെട്ടെന്ന് പരിഹരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.